നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടി എടുത്താക്കുന്ന ഒരു 250 ഗ്രാം ചെമ്മീനാണ്. നല്ല ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കാം. ഒരു 6 പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി, 6 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കുരുമുളക്. നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് പേസ്റ്റ് ആക്കണം. അതോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇനി നമുക്ക് ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കഷ്ണം ചെറിയ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഒരു ഹാഫ് നാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വേണ്ട, ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ശകലം വെള്ളം. അപ്പോൾ നന്നായിട്ടിത് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനകത്തേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അരമണിക്കൂർ ഞാൻ ഫ്രീസറിലെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമുള്ള ചെമ്മീനാണ്. നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടായി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇടുവാണെങ്കിൽ അടിയിലും അധികം പിടിക്കില്ല, നല്ലൊരു സ്മെല്ലും കിട്ടും, ടേസ്റ്റും കൂടും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി. അധികം അങ്ങോട്ട് കരിഞ്ഞു പോകരുത്, അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇടാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് 2 വശവും മറിച്ചിട്ട് കൊടുത്ത് റെഡി ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു വശം ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അധികം ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ഫ്രൈ ആവണ്ട. അപ്പോൾ നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഓരോന്ന് നമുക്ക് നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീനപ്പം അങ്ങനെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആവണം. അപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു പ്ലേറ്റിനകത്തേക്ക് അത് മാറ്റി വെക്കാം. ഉണ്ടോ, നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി, അതുപോലെ തന്നെ ഒരു സവോളയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഒഴിച്ചേക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒത്തിരി അങ്ങ് ഡ്രൈ ഫ്രൈ ആവണ്ട, ഈ ഒരു പരുവത്തിൽ എത്തിയാൽ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചുവന്നുള്ളി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ചുവന്നുള്ളി എന്തോരം ഇടുന്നോ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് സവോള ഒഴിവാക്കാം, അപ്പോൾ ടേസ്റ്റ് കൂടും ചുവന്നുള്ളി കൂടുതലിടുമ്പോൾ. അപ്പോൾ നമുക്ക് അത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവണ്ട. നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവോള വഴണ്ട് കിട്ടും. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഏകദേശം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
കരിഞ്ഞു പോകരുത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയൊക്കെ ഇടണം നമുക്ക്. അപ്പം ഇത് നമ്മുടെ പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞൊരിക്കുന്ന തക്കാളി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിൽ തന്നെ കിടന്ന് നമ്മുടെ തക്കാളി നന്നായിട്ട് വേവണം. തക്കാളി വെന്ത് കഴിയുമ്പോൾ അതിനകത്തു നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. അടിയിൽ പിടിക്കരുത്. ഞാനിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇടയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഇടയ്ക്ക് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തക്കാളി വേവാനുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുറച്ച് നന്നായിട്ട് വെന്തിട്ടില്ല. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ എത്തണം. നന്നായിട്ട് വെന്ത് ഉടയണം. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. വെന്തതൊക്കെയാണ്. എന്നാലും നമുക്കിതിനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഒന്ന് മൂടി വെക്കാം. ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്നിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇതായിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കുക. കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം എല്ലാം കറക്റ്റാണ്. നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. എരിവും ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിനെ ഒന്ന് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണം. എങ്കിലാണ് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തുറന്ന് വെച്ചിട്ട് ഇത് ഒന്നാക്കിയെടുക്കുക. ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.